ഇസ്രയേലിന്റെ സംഘർഷങ്ങളുടെ ഭാഗമായി ഇസ്രയേൽ തലസ്ഥാനമായ ടെല്ലവീവിലെ സെൻസിറ്റീവ് കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് യമനിലെ ഹൂതി വിമത സംഘത്തിന്റെ ആക്രമണം. ബാലിസ്റ്റിക് മിസൈലുകളാണ് ഹൂതികൾ ഇസ്രയേലിന് നേരെ തൊടുത്തുവിട്ടത്. ഫിഷൻ മൾട്ടിവാർ ഹെഡ് പലസ്തീൻ 2 ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇസ്രയേലിനെതിരെ വിമത സംഘം ഉപയോഗിച്ചത്. മിസൈലുകൾ വിക്ഷേപിച്ചതിന് പിന്നാലെ ടെല്ലവീവ് ഉൾപ്പെടെയുള്ള മധ്യ ഇസ്രയേലിൽ അപായ സൈറണുകൾ മുഴങ്ങിയതായി റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ആളപായമോ മറ്റു നാശനഷ്ടങ്ങളോ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതേസമയം ഇസ്രയേലിനെതിരായ ഓപ്പറേഷൻ വിജയിച്ചുവെന്നും ദശലക്ഷക്കണക്കിന് വരുന്ന സയനിസ്റ്റുകളുടെ ഒന്നിലധികം കൂട്ടത്തെ അഭയകേന്ദ്രങ്ങളിലേക്ക് ഓടിക്കാൻ സാധിച്ചുവെന്നും ഹൂതികൾ അവകാശപ്പെട്ടു. ഗാസയിലെ വംശഹത്യ, പട്ടിണി ആയുധമാക്കിക്കൊണ്ടുള്ള യുദ്ധം, യമനെതിരായ ആക്രമണം എന്നിവയ്ക്കുള്ള പ്രതികാര നടപടിയാണ് നടപ്പാക്കിയത് എന്നും ഹൂതികൾ വ്യക്തമാക്കി. ഇസ്രയേൽ ഗാസയ്ക്കും പലസ്തീൻ ജനതയ്ക്കുമെതിരായ ഉപരോധം അവസാനിപ്പിക്കുന്നതുവരെ തങ്ങൾ ഈ ഐക്യദാർഢ്യം തുടരുമെന്നും ഹൂതി വിമത സംഘം അറിയിച്ചു. കഴിഞ്ഞ ദിവസം യമനിലുണ്ടായ ഇസ്രയേൽ ആക്രമണത്തിൽ 46 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള മേഖലയിലാണ് ആക്രമണം ഉണ്ടായത്. ഹൂതികളുടെ സൈനിക പബ്ലിക് റിലേഷൻസ് ആസ്ഥാനം ഉൾപ്പെടെയാണ് ഇസ്രയേൽ ആക്രമിച്ചത്. ഓഗസ്റ്റ് 11 തലസ്ഥാന നഗരമായ സനയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ഹൂതികൾ നയിക്കുന്ന സർക്കാരിന്റെ പ്രധാനമന്ത്രി അഹമ്മദ് അൽ റഹാവിയും മറ്റു മന്ത്രിമാരും കൊല്ലപ്പെട്ടിരുന്നു. ഹൂതി സർക്കാരിലെ പ്രതിരോധ മന്ത്രി മുഹമ്മദ് അൽ അതിഫി, സേനാപതിയായ ചീഫ് ഓഫ് സ്റ്റാഫ് മുഹമ്മദ് അബ്ദുൽ കരീം അൽ ഗമാരി എന്നിവർ ഉൾപ്പെടെ നിരവധി ഉന്നത ഉദ്യോഗസ്ഥരാണ് കൊല്ലപ്പെട്ടത്. ഇതിനിടെ ഹൂതികൾക്കെതിരെ US ഉപരോധവും ഏർപ്പെടുത്തി. ഹൂതികളുമായി ബന്ധമുള്ള 32 വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും 4 കപ്പലുകൾക്കുമെതിരെയാണ് USന്റെ ഉപരോധം. ഇതോടെ പശ്ചിമേഷ്യയിലെ സംഘർഷം വീണ്ടും രൂക്ഷമാകുകയാണ്. ഒരിടവേളയ്ക്ക് ശേഷം മണിക്കൂറുകൾക്കുള്ളിൽ ഒന്നിലധികം രാജ്യങ്ങളെ ഇസ്രയേൽ ആക്രമിച്ചിരുന്നു. ഖത്തർ, സിറിയ, ലെബനൻ, യമൻ, പലസ്തീൻ എന്നീ രാജ്യങ്ങളാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയത്. ഗാസ സിറ്റിയിൽ ആക്രമണം ശക്തമാക്കുകയാണ് ഇസ്രയേൽ. കൂടാതെ കെട്ടിടങ്ങൾ തകർത്തും ആയിരങ്ങളെ പുറന്തള്ളിയും ഇസ്രയേൽ ക്രൂരത തുടരുന്നു. ഇന്നലെ മാത്രം 53 പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത്. കരയുദ്ധം ആരംഭിക്കുന്നതോടെ ബന്ധുക്കളുടെ ജീവൻ അപകടത്തിലാകുമെന്ന വിലയിരുത്തലാണ് ഇസ്രയേൽ സുരക്ഷാ മന്ത്രിസഭാ യോഗം. അതേസമയം US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇസ്രയേലിലെത്തി. കൊടും ക്രൂരത തുടരുന്ന ഗാസയിൽ ഇസ്രയേൽ ആക്രമണങ്ങളിൽ ഞായറാഴ്ച പകൽ മാത്രം കൊല്ലപ്പെട്ടത് 53 പേരാണ്. ഗാസ സിറ്റിയിലാണ് ഏറ്റവും ഭീതിമായ ആക്രമണം തുടരുന്നത്. ഇവിടെ നിരവധി കെട്ടിടങ്ങൾ തകർക്കുന്ന നടപടിയിലാണ് ഇസ്രയേൽ. ബഹുനില കെട്ടിടങ്ങൾ ഉൾപ്പെടെ 16 താമസ കേന്ദ്രങ്ങളാണ് ഇന്നലെ മാത്രം ബോംബിട്ട് തകർത്തത്. ലക്ഷങ്ങൾ ഇപ്പോഴെ തിങ്ങിക്കഴിയുന്ന മവാസിയിലേക്കുള്ള പലസ്തീനുകളുടെ കൂട്ടപലായനം തുടരുകയാണ്. ഇസ്രയേലിന്റെ ഗാസ പദ്ധതി ചർച്ച ചെയ്യാൻ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ടെല്ലവീവിൽ എത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നെതന്യാഹുവിനൊപ്പം ജെറുസലേമിലെ വെസ്റ്റേൺ മതിലിൽ നടന്ന പ്രാർത്ഥനാ ചടങ്ങിലും മാർക്കോ റൂബിയോ സംബന്ധിച്ചു. ഗാസ സിറ്റിയിൽ കരയാക്രമണം ആരംഭിക്കുന്നത് സംബന്ധിച്ച് ഇസ്രയേൽ സുരക്ഷാ മന്ത്രിസഭ ചർച്ച ചെയ്തു. ആക്രമണം ചിലപ്പോൾ കൂടുതൽ മാസങ്ങൾ നീണ്ടേക്കുമെന്നും ബന്ധുക്കളുടെ ജീവൻ അപകടത്തിലാകുമെന്നും യോഗം വിലയിരുത്തിയതായി ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വെസ്റ്റ് ബാങ്കിലും ഇസ്രയേൽ ഭീകരത തുടരുകയാണ്. പലസ്തീനി ഓസ്കാർ ജേതാവായ ബാസിൽ അദ്രയുടെ വീട്ടിൽ ഇസ്രയേൽ സേന റെയ്ഡ് നടത്തി. അതിനിടെ ഖത്തറിൽ നടന്ന ആക്രമണത്തോടെ ഇസ്രയേലുമായി സൗഹൃദത്തിലുള്ള അറബ് രാജ്യങ്ങൾ നിലപാട് കടുപ്പിച്ചത് ഇസ്രയേലിന് വൻ തിരിച്ചടിയായി. ഏതാനും അറബ് രാജ്യങ്ങളുമായി രൂപപ്പെടുത്തിയ പാലം തകരാതെ നോക്കാമെന്ന് പ്രസിഡന്റ് ഐസക് ഹെർസോഗ് പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.